ഇറാന്റെ സൈനിക ശേഷി എന്ന് പറയുന്നത് മൂന്നെണ്ണേ ഉള്ളൂ. ബേസിക്കലി മിസൈൽസ്, അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ക്ലസ്റ്റർ ബോംബ് അത് ഇപ്പൊ നിരോധിച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഇറാൻ അത് ഉപയോഗിച്ചു എന്നൊരു മിസൈൽ ഘടിപ്പിച്ച് അത് ഉപയോഗിച്ചു എന്ന് ഒരു ആക്ഷേപം വരുന്നുണ്ട്. ഒരൊറ്റ ബോംബ് റിലീസായി കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ അത് ഒരു തവണ ബ്ലാസ്റ്റ് ആവും. ആക്രമണം നടത്തുക എന്നതിലുപരി ഈ റഷ്യ, നോർത്ത് കൊറിയ, അതുപോലെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സഹായം എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ സ്റ്റോക്ക് തീരാനുള്ള സാധ്യത നമ്മൾ കാണാം. അത്ര വ്യാപകമായിട്ട് അവർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതാനും ദിവസങ്ങൾ ദേ ആർ വെയിറ്റിംഗ്. ഇപ്പൊ ട്രംപ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. സൗദി അറേബ്യയുടെ ഓയിൽ റിഫൈനറി അടിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള വളരെ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ആക്രമണ രീതിയിലോട്ട് അവർ പോവുകയാണ് ചെയ്തത്. ഇറാന്റെ കരസേന എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭമായിട്ടുള്ള കരസേനയാണ്. എത്രയോ വർഷങ്ങളോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് പരിശീലനം കിട്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു കരസേനയാണ് അവർക്ക്. ഖമനയുടെ മരണം ഒരു വലിയ തോതിൽ അവരുടെ അസാൾട്ടിനെ ബാധിച്ചിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച സൈനിക നടപടി തുടരുകയാണ്. ഇറാന്റെ ചെറുത്തുനിൽപ്പും 4 ആഴ്ച കൂടിയെങ്കിലും വേണ്ടിവന്നേക്കും സൈനിക നടപടി അവസാനിക്കാൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരിക്കുകയാണ്. പരിശോധിക്കാൻ നമുക്ക് ഈ സായുധ ഏറ്റുമുട്ടൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലേക്ക് ഇത് പടർന്ന് പിടിക്കുമോ? നമ്മോടൊപ്പം ചേരുകയാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധൻ, ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥൻ ശ്രീ ബാബു പ്രദീപ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ അമേരിക്കയ്ക്ക് ആൾനാശമുണ്ടായിട്ടുണ്ട്, അമേരിക്കൻ സേനയ്ക്ക് ആൾനാശമുണ്ടായിട്ടുണ്ട്, 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, പരിക്കേറ്റവരും ഉണ്ട്. അമേരിക്കയുടെ വാർ പ്ലെയിൻസ് തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. അപ്പോൾ ചെറുത്തുനിൽപ്പുണ്ട്, അതുകൊണ്ട് ആക്രമണം തുടരും എന്നാണോ കരുതേണ്ടത്? തുടങ്ങിയ സമയത്ത് 4 ദിവസം എന്ന് പറഞ്ഞു, ഇപ്പോൾ 4 ആഴ്ചയായിരിക്കുകയാണ്. ഇനിയും അത് നീളാനുള്ള സാധ്യതയുണ്ടോ? ഇൻറ്റൻസിഫൈ ചെയ്യുമോ പോരാട്ടം? അല്ല, പോരാട്ടം ഇൻറ്റൻസിഫൈ ചെയ്യും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറഞ്ഞതുപോലെ, ട്രംപ് പറഞ്ഞതുപോലെ മാക്സിമം ഒരു 4 to 5 വീക്സ് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതിനകത്ത് യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ നശിപ്പിക്കുക, തകർക്കുക എന്നുള്ളതല്ല. കാരണം ഇറാൻ വലിയൊരു സോഴ്സ് ഓഫ് ഓയിലാണ്. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഒന്നും തകർത്ത് നാശമാക്കി ഈ ലോകത്ത് ഓയിലിന്റെ അവൈലബിലിറ്റി കുറയ്ക്കാനുള്ള താല്പര്യമൊന്നും അമേരിക്കക്ക് ഇസ്രായേലിനൊന്നുമില്ല. അവരുടെ ഉദ്ദേശം ഈ റിജിം ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനായിട്ടുള്ള അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഖമനയെ വധിച്ചത്. പക്ഷെ നമ്മളിപ്പോ ഈ വെനിസൂലയിലൊക്കെ കണ്ട പോലെ ഒരു ലീഡർ മാറ്റിയത് കൊണ്ട് മാത്രം അവിടുത്തെ റെജിം ചേഞ്ച് ആവുന്നില്ല. ആ രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ആ ടോപ്പ് ലീഡേഴ്സ്, ഒരു വലിയ വിഭാഗം, ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അവരെ മൊത്തത്തിൽ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ ഇവരെ ഉദ്ദേശ രീതിയിലുള്ള റെജിം ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രയേലും ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റഡ് ഇവരുടെ ആയുധ ശേഖരങ്ങളും ഇവരുടെ ലീഡേഴ്സ് താമസിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടത്തുന്നത്. അല്ലാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ഈ അമേരിക്ക ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കുറിച്ചൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ, B-2 ബോംബർ, ഇവയൊക്കെയാണ് സാധാരണയായി ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അല്ല, അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം എന്താണെന്ന് ഇന്റലിജൻസ് സോഴ്സ് വഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ആക്രമിക്കുന്നതിനാണ് ഇത്തരം ഗൈഡഡ് വെപ്പൺസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ഏരിയ നശിപ്പിക്കണം, ഒരു നാട് നശിപ്പിക്കണം, ഒരു റോഡ് നശിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു റൺവേ നശിപ്പിക്കണം, അത്തരം കാര്യങ്ങൾക്ക് ഇത്തരം പ്രിസിഷൻ ആവശ്യമില്ല. ഇത്തരം പ്രിസിഷൻസ് ആവശ്യം വരും നമുക്കൊരു പെർട്ടിക്കുലർ വീട്, ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ കുറച്ച് മിസൈൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്തരം വളരെ പ്രിസൈസ് ആയിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെപ്പൺസ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചില വ്യക്തികളെ നിർമ്മാർജ്ജനം ചെയ്യുക, അതനുസരിച്ച് ഇവരുടെ സൈനിക ശേഷിയെ തകർക്കുക. ഇറാന്റെ സൈനിക ശേഷി എന്ന് പറയുന്നത് മൂന്നെണ്ണേ ഉള്ളൂ. ബേസിക്കലി മിസൈൽസ്, അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തെ ഡ്രോൺസ് ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തുന്നത്. അവർക്കൊരു വലിയ ശക്തമായ കരസേനയുണ്ട്. നമ്മളൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗൾഫ് മേഖലയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കരശക്തിയുള്ളത് ഇവർക്കാണ്, ആർമി ഉള്ളത്. ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ആർമിയാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ആർമി ഒന്നും അവർക്ക് പുറത്തേക്ക് എടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ അവർ ലെബനനെ ആക്രമിച്ച് കീഴടക്കാൻ കരസേന ഉപയോഗിച്ച് ലെബനൻ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഇപ്പൊ ഇന്നത്തെ റിപ്പോർട്ട് അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇന്ന് ഉച്ച നേരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ അവർ കരസേന ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ ഒരു ആക്രമണം നടത്തിയേക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്
ഈ ഗൾഫ് മേഖലയിൽ ആകെ കൂടെ ഒരു വിഭ്രാന്തി ഉണ്ടാക്കുകയും അവരുടെ സമ്മർദ്ദം യു എസിന്റെ മേൽ വന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് യു എസിന്റെ മേൽ സമ്മർദ്ദം യു എസിന്റെ മേൽ വരണം എന്ന ഉദ്ദേശത്തിലാണ് അവർ ഇത്തരത്തിലുള്ള വ്യാപകമായ ആക്രമണം നടത്തുന്നത്. പക്ഷേ അതൊന്നും അവർ ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ലോകം മുഴുവൻ അവർക്കെതിരായി തിരിയുന്ന, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരായി തിരിയുന്ന ഒരു സാഹചര്യമാണ് ഒരു തിരിഞ്ഞു വരുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ലൂക്കാസ് ഡ്രോൺസ്, അതാണ് അമേരിക്ക ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ പേരായി പറയുന്നത്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരിച്ചടിയും ആക്രമണവും ഒക്കെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ട്. മിസൈൽ ആക്രമണമുണ്ട്, B2 ബോംബറുകൾ. എനിക്ക് അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നു. എനിക്കൊന്ന് ഈ ബങ്കറുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധശേഖരം തകർക്കുകയായിരിക്കും അതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അത് മാത്രമല്ല ഈ ന്യൂക്ലിയർ കഴിഞ്ഞ ആക്രമണത്തിൽ ഇതേ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ മറ്റേ ന്യൂക്ലിയർ ആ സ്റ്റോറേജ് തകർത്തു എന്ന് അവർ അവകാശപ്പെട്ടത്. ഇത് വളരെ ഡീപ്പായിട്ട് അണ്ടർഗ്രൗണ്ട്, പലരും അവിടെ തുരങ്കങ്ങളുണ്ട്, അടിക്കാത്ത ബങ്കറുകളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ ലീഡേഴ്സ് ഒളിച്ചിരിക്കുന്നുണ്ട്. അവർ അവിടെ വെച്ചായിരിക്കും മീറ്റിംഗ് കൂടും, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം ബങ്കറുകൾ തകർക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയും ആഴത്തിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ബോംബറുകൾ ഇതിനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട് വേണം. അതിന് കപ്പാസിറ്റി ഉള്ള ബോംബുകളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ബങ്കറുകൾ തകർക്കാൻ ഉദ്ദേശിച്ചത്. മാത്രം ആയുധ ശേഖരങ്ങൾ ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും വെച്ചിരിക്കുക. ഇപ്പൊ ഇറാൻ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, വീഡിയോയിൽ കണ്ടു, വലിയ ഒരു മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ അവർ കാണിച്ചു. അതെ, ഇത്രയും അത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു. വലിയ തോതിലുള്ള 10,000-4,000 മിസൈലൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അത്രയും വലിയ സ്റ്റോറേജ് ആണ് അവരിന്ന് കാണിച്ചത്. അതെ, അപ്പൊ ഇത്രയും മിസൈലുകൾ അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രയോഗിക്കും. അപ്പൊ ഇതൊക്കെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പൊ അതിനുശേഷം എന്താ ഉണ്ടായി? ഇന്ന് ഈ B2 ബോംബറുകൾ ഉപയോഗിച്ചിട്ട് അത്തരം മിസൈൽ ശേഖരങ്ങളുള്ള സ്ഥലത്തേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഈ ഗൈഡഡ് മിസൈൽസും ഈ ബോംബറുകൾ ഉപയോഗിച്ച് അത്തരം സ്ഥലങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. അപ്പൊ മിസൈലുകൾ പ്രയോഗിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവയെ ആക്രമിച്ച് തകർക്കുക എന്നൊരു നിലയിലേക്കാണ് പ്രയോഗിക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ന്യൂക്ലിയർ സ്റ്റോറേജ് ഉള്ള സെന്ററുകളും അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നോ ന്യൂക്ലിയർ ലീക്കേജ്, യുറേനിയം ലീക്കേജ് ഉണ്ട് എന്നൊരു തോന്നൽ അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസി വാൺ ചെയ്തിട്ടുണ്ട്. പരിശോധിക്കണം, അതിന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വരികയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ന്യൂസിൽ കണ്ടു അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് വലിയ ഒരു വാർത്തയാണ്. കാരണം അത്തരത്തിലുള്ള സൂചനകൾ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യുറേനിയം സമ്പുഷ്ടീകരണം അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ B2 ബോംബർ ആക്രമണത്തിന് ശേഷവും അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. എന്തായാലും നമുക്കറിയാം, പാകിസ്ഥാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ അന്ന് ഇസ്രായേൽ ഇന്ത്യയുടെ അനുമതി ചോദിച്ചതാണ്. ഞങ്ങൾ അടിച്ചു തകർക്കാം, നിങ്ങൾ റീഫ്യൂൽ ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കിയാൽ മതിയെന്ന്. അന്ന് ഇന്ത്യ അത് കേട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആണവായുധ നിർമ്മാണത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു ലക്ഷ്യമാണെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം, ഇപ്പൊ റഷ്യയുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, ചൈനയുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, ഇന്ത്യയുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, ഈ പറഞ്ഞ ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ അതിനെന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു? എന്തുകൊണ്ട് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം അല്ലെങ്കിൽ പലസ്തീന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാവുന്നതിന് നമ്മൾ ഭയക്കുന്നു? അത് എന്തുകൊണ്ട് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അവിടെയൊക്കെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് സർക്കാരുകളാണ്. അവരുടെ ഈ ആയുധങ്ങളുടെ ഉപയോഗം അവിടുത്തെ രാജ്യത്തിന് ആ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും എപ്പോഴും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നേരെ മറിച്ച് പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ഇറാന്റെയോ കൈവശമുള്ള ആയുധങ്ങൾ നാളെ വിവിധ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിലോട്ട് വരാൻ അധിക താമസമൊന്നുമില്ല. അത്തരം വിവിധ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ ന്യൂക്ലിയർ പ്രോളിഫറേഷൻ വേണമെന്ന് മറ്റു രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അത് ലോക സമാധാനത്തിന് ഒരു ഭീഷണിയാണ്. ഇപ്പൊ ഇറാന്റെ ഒക്കെ കയ്യിൽ വലിയ ബാലിസ്റ്റിക് 8,000 കിലോമീറ്റർ ഒക്കെ പോകുന്ന വലിയ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അത് ഈവൻ US വരെ അതിന്റെ റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വലിയ അപകടം. ഇപ്പൊ മധ്യേഷ്യയിലുള്ള പശ്ചിമേഷ്യയിലുള്ള US സകല ബേസുകളും ഇറാന്റെ മിസൈൽ റേഞ്ചിനകത്താണ്. അത് ഉപയോഗിച്ചാണ് അവർ ശക്തമായ ആക്രമണം നടത്തുന്നത്. അതൊരു ഭീഷണിയാണ്. മൊത്തത്തിൽ മധ്യേഷ്യയിലുള്ള സമാധാനത്തിന് ഭീഷണിയാണ്. ലോകത്തിലെ ഓയിൽ വരുന്നത് അവിടെ നിന്നാണ്, ലോകത്തിനുള്ള ഇന്ധനം വരുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിന്റെ ബാലൻസിനെ തെറ്റിപ്പോവും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രധാന ഘടകം സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓയിൽ വില ഇപ്പൊ പെട്ടെന്ന് കൂടാൻ തുടങ്ങും. ഇനിയിപ്പോൾ അത് നമ്മളെ ബാധിക്കും, തീർച്ചയായിട്ടും ഇന്ത്യയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് വളരെ ശക്തമായി അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് മിസൈലുകളും ഡ്രോണുകളുമായി 500-ൽ ഏറെ വെപ്പൺസ് അവർ തകർത്തു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് അവിടെ പലർക്കും പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇത്രയേറെ ഡ്രോണുകളും മിസൈലുകളും ആക്രമിക്കുന്നു എന്നുള്ളത് ഒരു വശം.
പലരും ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ ഇത്രയേറെ ഊതി വീർപ്പിക്കരുത്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും ഒരു ബന്ധു പറഞ്ഞത് അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ് റമദാനോടനുബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ തിരക്കായിരുന്നു, ആൾക്കാരുടെ ജീവിതത്തെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിരോധ സേന അവർ ഇത്തരത്തിൽ സ്വതന്ത്രമായി നടക്കുമ്പോഴും പ്രതിരോധ സേന ജാഗരൂകരായി നിന്നുകൊണ്ട് ഈ എതിരാളിയുടെ ഡ്രോണിനെയും മിസൈലിനെയും അടിച്ചു തകർക്കുകയാണ് അല്ലേ? അതെ. പക്ഷെ അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ജനവാസമുള്ള മേഖലയിലേക്കല്ല ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. പൊതുവെ US-ന്റെ ബേസുകളിലേക്കാണ് ആക്രമണം നടക്കുന്നത്. ഇന്ന് മാത്രമാണ് അതിന് വ്യതിചലിച്ചുകൊണ്ട് ഇതിനെ ആക്രമിച്ചത്, ഓയിൽ റിഫൈനറി ആക്രമിച്ചത്, സൗദി അറേബ്യയുടെ ഓയിൽ റിഫൈനറി ആക്രമിച്ചത്. അത് ഡെലിബറേറ്റ് ആയിരിക്കാം, ഓയിൽ ക്രഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം. അല്ലാതെ അവർ ആക്രമിക്കുന്നത് മുഴുവൻ US ബേസുകൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് വലിയ തോതിൽ അനുഭവപ്പെടാതെ. നേരെ മറിച്ച് ഗാസയിലൊന്നും ഇസ്രായേൽ അങ്ങനെയല്ല ചെയ്ത്. ഒരു അറ്റത്തുനിന്ന് തുടങ്ങി ഫുള്ളായിട്ട് ഇങ്ങനെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി പോവുകയാണ് ചെയ്തത്. ഇത് അതുപോലെയല്ല, മിസൈൽ ആക്രമണങ്ങൾ അങ്ങനെ നടത്താൻ പറ്റില്ല. എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ കാർപ്പറ്റ് ബോംബിംഗ് ഒക്കെ നടത്താം. കാർപ്പറ്റ് ബോംബിംഗ് എന്നുള്ള ടേം നമുക്ക് ഒന്നുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കണ്ണും പൂട്ടി വെടിവെക്കുന്ന പോലെ അല്ലേ? അതെ, അതായത് നിരത്തി അങ്ങോട്ട് ബോംബിംഗ് നടത്തുക. അതാണ് താഴെ ഒരു ഏരിയ അങ്ങ് തുടങ്ങിക്കിടക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ബോംബുകൾ, മൾട്ടിപ്പിൾ ബോംബുകൾ ഉണ്ടാവും. ഇതിങ്ങനെ 1 by 1 ഇങ്ങനെ റിലീസ് ചെയ്ത് അതൊന്നുമില്ല, 8-10 വിമാനങ്ങൾ ഒരുമിച്ച് വന്നു. അതായത് ഒരു വലിയ ഏരിയയിൽ അങ്ങ് ബോംബിട്ട് അങ്ങ് തകർത്ത് നശിപ്പിക്കുക. അതാണ് നമ്മൾ ഈ കാർപ്പറ്റ് ഇടുന്നത് പോലെ, അതാണ് ആ ടേം വന്നത്, കാർപ്പറ്റ് ബോംബിംഗ്. ഇതിന് എളുപ്പത്തിൽ ഉപയോഗിച്ച പണ്ട് കാലങ്ങളിൽ ക്ലസ്റ്റർ ബോംബ് ഉണ്ടായിരുന്നു, ക്ലസ്റ്റർ ബോംബ്. അതിപ്പോ നിരോധിച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഇറാൻ അത് ഉപയോഗിച്ചു എന്നൊരു മിസൈലിൽ ഘടിപ്പിച്ച് അത് ഉപയോഗിച്ചു എന്ന് ഒരു ആക്ഷേപം വരുന്നുണ്ട്. ഇവിടെ ടെല്ലവീവിലോ മറ്റോ, അത് ജെറുസലേമിലോ ടെല്ലവീവിലോ അത് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നിരോധിക്കപ്പെട്ട ബോംബ്. അതെന്താ വെച്ചാൽ ഒരൊറ്റ ബോംബ് റിലീസായി കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ അത് ഒരു തവണ ബ്ലാസ്റ്റ് ആവും. നമ്മളിവിടെ ഉത്സവത്തിനൊക്കെ വെടിക്കെട്ട് നടക്കുന്ന പോലെ അതിൽ നിന്ന് 10-20-50 ബോംബുകൾ വേറെ വരും. അതിങ്ങനെ പലയിടത്തും സ്കാറ്റർ, അത് താഴെ വീണ് പൊട്ടും. അപ്പൊ വലിയൊരു ഏരിയ ഇത് കവർ ചെയ്യും. ഒരു ന്യൂക്ലിയർ വിഘടനം പോലെ ഡിവൈഡ് ചെയ്ത് താഴെ വന്ന് പൊട്ടുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് പല സെപ്പറേറ്റ് ബോംബുകളായിട്ടാണ് പൊട്ടുന്നത്. വലിയൊരു ഏരിയയിൽ നാശം വിതയ്ക്കാൻ ഇതിന് പറ്റും. അപ്പൊ അതുകൊണ്ട് അത്തരം ബോംബുകൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ധാരണകളൊക്കെ ഉണ്ട്. അപ്പൊ അത് തെറ്റിച്ചിട്ട് ഇറാൻ അത് ഉപയോഗിച്ചു എന്ന് ഇപ്പൊ ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇതിനിടയിൽ പറയുന്നുണ്ട്, നമ്മൾ കരുതിയതുപോലെ ഒന്നും തന്നെ അത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് ഇറാന് മേൽ ആധിപത്യം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതേ ഇപ്പോൾ അവരുടെ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്ഥലത്ത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നിട്ട് പോലും, ഇത്രയേറെ രാജ്യങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോലും അവർ ഈ അയൽ രാജ്യങ്ങളെ അടിക്കുന്നു. അമേരിക്കയ്ക്ക് തന്നെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ലിങ്കൺ വിമാനവാഹിനി കപ്പലിലേക്ക് പോലും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അമേരിക്ക വിറച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ സേന ഏതെങ്കിലും തരത്തിൽ ആശങ്കയിൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ്. കാരണം മാധ്യമ പ്രവർത്തകർക്ക് അവിടെ മാത്രമേ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരിന്ന് മാത്രമേ റിപ്പോർട്ട് കിട്ടുന്നുള്ളൂ. തിരിച്ച് ഇസ്രായേലും യുഎസും ഇറാനിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഒരു രൂപം നമുക്ക് കിട്ടുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് റിപ്പോർട്ടിംഗ് വരുന്നില്ല. ഇന്ന് ട്രംപ് പറഞ്ഞു ഏകദേശം 2500-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാനിൽ, നമ്മൾ അറിയുന്നില്ല. ഇവിടെ നേരെ മറിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ മേഖലയിൽ ഓരോ മിസൈൽ വീഴുമ്പോൾ അത് വ്യക്തമായിട്ട് അതിന്റെ ഡിസ്പ്ലേ അടക്കം വീഡിയോസ് അടക്കം വരുന്നുണ്ട്. കാരണം അവിടെയുള്ള ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മാധ്യമ പ്രതിനിധികൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറാനിൽ നിന്നൊന്നും നമുക്ക് ലഭ്യമല്ല. അതിന്റെ അർത്ഥം അവിടെ ആക്രമണം നടക്കുന്നില്ല എന്നുള്ളതല്ല. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അബ്രഹാം ലിങ്കന്റെ 4 അമേരിക്കയുടെ ഏറ്റവും പ്രൈഡ് ആയിട്ടുള്ള ഫ്ലാഗ് ഷിപ്പാണ് USS അബ്രഹാം ലിങ്കൺ, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള. അതിനെതിരെ 4 മിസൈൽ ആക്രമണം നടത്തി തകർത്തു എന്ന് ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടു. ഇന്ന് അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡാമേജും ഷിപ്പിന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഊഹിക്കേണ്ടത് ആ ഷിപ്പിനൊക്കെ മിസൈൽ അടിച്ച് തകർക്കുകയാണെങ്കിൽ അമേരിക്ക ഈ രീതിയിലൊന്നുമല്ല പ്രതികരിക്കുക. പണ്ട് നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചപ്പോഴാണ് അവിടെ 2 ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ന്യൂക്ലിയർ ബോംബ് ഇട്ടത്. അതുപോലുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോകേണ്ടി വരും. അത്തരം പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഈ USS ഈ പറഞ്ഞ ലിങ്കൺ പോലുള്ള ഷിപ്പുകളൊക്കെ നശിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഒരു F-15 വിമാനം താഴെ വീഴുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു. ഇറാൻ അവകാശപ്പെട്ടു ഇറാന്റെ മിസൈൽ അറ്റാക്കിലാണ് ആ വിമാനം വീണതെന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലുമല്ല. നമുക്കത് കണ്ടാൽ അറിയാം. ഒരു ബാലിസ്റ്റിക് മിസൈൽ അടിച്ചിട്ട് ഒരു വിമാനം ചെതറിപ്പോവും, സ്കാറ്റർ ആയിപ്പോവും. ആ രീതിയിലൊന്നുമല്ല. ഇത് വളരെ സ്ലോയിൽ താഴോട്ട് വരും. അത് ഒന്നുകിൽ അതിന്റെ എഞ്ചിൻ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ
അവിടെ നിന്ന് തന്നെയുള്ള വെടിയേറ്റിട്ട്, അതായത് സ്വന്തം ടീമിന്റെ തന്നെ വെടിയേറ്റ് വീണതായിരിക്കും. അല്ലാതെ ഒരു മിസൈലോ റോക്കറ്റ് ആക്രമണത്തിലോ തകർന്ന വിമാനം അല്ല അത് നമുക്ക് കണ്ടാലറിയാം. അപ്പൊ അതൊക്കെ വെറുതെയുള്ള ആരോപണങ്ങളാണ്, അവകാശവാദങ്ങളാണ്. സാറേ, വേറൊരു സംശയം കൂടി. എന്താണ് ഈ റീഡിങ്? അതായത് ഒരു മിസൈൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നത്? അല്ല, രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഇതിന്റെ ഹീറ്റ് സെൻസിങ് ഉണ്ട്. നമ്മൾ മിസൈലിന്റെ പുറത്ത് ജെറ്റ് ഉണ്ടോ, നമ്മൾ കണ്ടിട്ടുണ്ട് റോക്കറ്റ് ബോംബോ, അതുപോലെ അതിന്റെ പുറത്തോട്ട് ഹീറ്റ് വരും. ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസേഴ്സ് ഉണ്ട്. അതിനും പല പല സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് വഴി ഡിറ്റക്ട് ചെയ്യാം, മെഷീനറീസ് ഉണ്ട്, അത് വെച്ച് ഇത് ഡിറ്റക്ട് ചെയ്യാം. രണ്ടാമത്തത്, ഇത് ടാർഗറ്റിനെ കണ്ടുപിടിക്കുന്നത് ഇത് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, മിസൈലിൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ആ ഫ്രീക്വൻസി നമുക്കും പിടിക്കാം, ശത്രുക്കൾക്കും പിടിക്കാം. അത് വെച്ച് മിസൈൽ വരുന്നു, മിസൈലിന്റെ വേഗം, മിസൈലിന്റെ ഡയറക്ഷൻ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വളരെ സ്പീഡിൽ വരുന്നത് കാരണം ഈ പാട്രിയോട്ട് സംവിധാനങ്ങൾ, S-400 ട്രയംഫ് സിസ്റ്റംസ്, ഇതൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്തരം മിസൈലുകൾ ഡിറ്റക്ട് ചെയ്ത് അത് റേഞ്ചിൽ എത്തുന്നതിന് മുമ്പ് വേറെ മിസൈൽ അയച്ച് അതിന് ആകാശത്ത് വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ പോലെ ഈ പ്രതിരോധം, മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. S-400 ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യൻ മെയ്ഡ് സാധനം, അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സംവിധാനം, ഇപ്പോൾ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഇസ്രായേലിലെ സംവിധാനം, ഇതൊക്കെ ആന്റി മിസൈൽ സംവിധാനം. ഇത് എങ്ങനെയാ വെച്ചാൽ ഇവർ മിസൈൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസികൾ ഇവർ പിടിക്കും, ഒന്ന്. രണ്ടാമത് നമ്മളെ റഡാർസ് മിസൈൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മിസൈലിൽ സ്ട്രൈക്ക് ചെയ്ത് അതിന്റെ വേവ്സ് തിരിച്ചു വരും. അപ്പോൾ മിസൈലിന്റെ റേഞ്ച്, മിസൈലിന്റെ സ്പീഡ് തുടങ്ങിയുള്ള ഡേറ്റാസ് എല്ലാം കിട്ടും, അതിനെ തകർക്കുക. പക്ഷെ എത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നു, എത്ര എഫക്റ്റീവായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഈ എയർ ഡിഫൻസ് സംവിധാനം ഓരോ രാജ്യത്തും ഇപ്പോൾ അമേരിക്ക സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അവരുടെ എയർ ബേസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ വിന്യസിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ എയർ ഡിഫൻസ് സംവിധാനം വളരെ ശക്തമായി തന്നെ നിലകൊള്ളുവാനുള്ള സാധ്യത നമുക്ക് വളരെ സ്ട്രോങ് തന്നെയാണെന്ന് കരുതാൻ സാധിക്കും. പാട്രിയോട്ട് എന്നാണ് അവരുടെ എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ്. അതെ, നമ്മൾ ഈ ഇറാഖ് യുദ്ധ സമയത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ആ വേർഷനൊക്കെ ഇപ്പൊ മാറ്റി വളരെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുണ്ട്. പേര് അത് തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ F-15 വിമാനമായിരിക്കുമോ ഇപ്പോൾ US ഉപയോഗിക്കുന്നത്, അതോ അവരുടെ F-35 കൊണ്ടുവന്നിട്ടുണ്ടാകുമോ? 35 ഇസ്രായേലിന്റെ കയ്യിൽ F-35 ഉണ്ട്. അപ്പൊ F-35 വന്നിട്ടുണ്ട്, അതിന് ഉപയോഗിക്കുന്നുണ്ട്. അത് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. നമ്മൾ ഒരു പരിധി വിട്ടിട്ട് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് വിമാനം ഉപയോഗിച്ചും അറ്റാക്ക് നടത്താവുന്നതേ ഉള്ളൂ. എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് പോലുള്ളത് കൊണ്ടുള്ള ഗുണം. കാരണം അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നമ്മുടെ ഈ എയർക്രാഫ്റ്റിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അറ്റാക്ക് നടത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആവശ്യകത വരുന്നത്. നേരെ മറിച്ച് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ആവറേജ് എയർക്രാഫ്റ്റുകൾക്ക് പോയി ബോംബിംഗ് നടത്താം. F-15 ഒക്കെ ഉപയോഗിച്ചാണ് ബോംബിംഗ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ F-35 ഉപയോഗിച്ചിട്ടാണ് ഖൊമൈനിയുടെ കൊട്ടാരം തകർത്തെന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ കൈവശമുള്ള F-35 എയർക്രാഫ്റ്റ് ഉപയോഗിച്ച 3-4 എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അത് കൊട്ടാരം തകർത്ത്. അതിന്റെ വീഡിയോ ഒന്ന് വന്നിട്ടുണ്ട്. ഖൊമൈനിയുടെ കൊട്ടാരം തകർക്കുന്ന വീഡിയോ. മറ്റൊന്ന്, ഇപ്പോൾ നാവികസേനയുടെ പ്രവർത്തനം, US നാവികസേന ഏത് തരത്തിലായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവുക? കാരണം വലിയൊരു ഫ്ലീറ്റ് അവിടെ വന്നിട്ടുണ്ട്, വലിയൊരു നാവികസേന വ്യൂഹം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 5ാം കപ്പൽപ്പട ബഹ്റൈനിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും അവർ ആക്രമണം നടത്തുന്നത്? അതായത് ഇറാന്റെ അതിർത്തിക്ക് പുറത്ത് ചുറ്റും വളഞ്ഞു നിന്നായി ആക്രമിക്കുമോ? എങ്ങനെയാണ്? ഈ സൈന്യം ബേസിക്കലി അവർക്ക് 2 റോളാണ്. ആക്രമണം നടത്തുക എന്നതിലുപരി ഈ റഷ്യ, നോർത്ത് കൊറിയ, അതുപോലെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സഹായം എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വരുന്നത് കടൽ മാർഗമായിരിക്കും, അല്ലാതെ കരവഴി എളുപ്പമല്ല. വലിയ തോതിൽ ചരക്ക് കിടന്നു, ഈ ലോകത്തിലുള്ള ചരക്ക് കിടത്തുന്നതിന്റെ 90% കടൽ വഴിയാണ്, കപ്പൽ മാർഗമാണ്. അപ്പൊ കപ്പൽ മാർഗം ഇത്തരം സാധനങ്ങൾ കാർഗോ ഷിപ്പിലോ മർച്ചന്റ് നേവി ഷിപ്പുകളിലോ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്, ആയുധങ്ങൾ. അത് തടയുക എന്നുള്ളതാണ് പ്രാഥമിക ആവശ്യം. ഇറാന്റെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഇപ്പൊ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ സ്റ്റോക്കിന് ഇത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ സ്റ്റോക്ക് തീരാനുള്ള സാധ്യത നമ്മൾ കാണാം. അത്ര വ്യാപകമായിട്ട് അവർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതാനും ദിവസങ്ങൾ ദേ ആർ വെയിറ്റിംഗ്. ഇപ്പൊ ട്രംപ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ആയുധം യൂസ് ചെയ്യിപ്പിച്ച് അത് വേസ്റ്റ് ആക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം കൂടെ നടക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇറാന്റെ കയ്യിലുള്ള ആയുധശേഷി മിക്കവാറും തീരും. അങ്ങനെയാണ്. അപ്പൊ വേറെ സപ്ലൈ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഉപരോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതായത് അന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ നാവികസേന പാകിസ്ഥാന് പുറത്തു നിന്നുള്ള സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി നിലയുറപ്പിച്ചതുപോലെ അതുപോലെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സംശയം തോന്നിയിട്ടാണെന്നുണ്ട് ഒരു ഇറാന്റെ ഒരു ഷിപ്പ് ഇന്നലെ US തകർത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇന്ന് കാണുന്നുണ്ട്. അത് ഈ കാർഗോ ഉണ്ടെന്നുള്ള സംശയത്തിൽ തകർത്താണെന്നാണ് പറയുന്നത്.
ഇറാന്റെ മർച്ചന്റ് നേവി ഷിപ്പ് ഓക്കെ തകർത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇന്ന് ചാനലുകൾ വന്നിട്ടുണ്ട്. മറ്റൊരു സംശയം, ഇറാൻ ഇനി എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവിടുത്തെ നേതൃത്വം ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ്. അവർ എന്തായാലും കൂടുതൽ ആയുധ സഹായം മറ്റു സ്ഥലത്ത് നിന്ന് എത്തുന്നില്ല, ഉള്ള ആയുധം ഉപയോഗിച്ച് തീരാൻ പോവുകയുമാണ്. സോ വാട്ട് വിൽ ബി ദെയർ ടാക്ടിക്സ്? അമേരിക്കയെയും ഇസ്രായേലിനെയും കരയുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതായിരിക്കുമോ, അതോ ഉപയോഗിച്ച് തീരുമ്പോഴേക്കും അവനാഴി കാലിയാകുമ്പോഴേക്കും പരാജയം സമ്മതിക്കുന്നതായിരിക്കുമോ അവരുടെ അല്ല, രീതി? അതിനാണ് സാധ്യത. അവരൊരു അവസരം അവർ മിസ്സാക്കി. ഖമനേയി വധിക്കപ്പെട്ട സമയത്ത് പുതിയ ഒരു നേതൃത്വം അവിടെ വരികയും അവർ ഖമനേനിയുടെ അതേ നയമല്ല, കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള നയമാണ് പിന്തുടരാൻ പോകുന്നത് എന്നൊരു ധാരണ സൃഷ്ടിച്ചു. US-ഉമായിട്ട് ഒരു ചർച്ചയ്ക്ക് അവർക്ക് പോകാമായിരുന്നു. അവർ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇന്നലെ ട്രംപ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് അവർ അറ്റാക്ക് ശക്തിപ്പെടുത്തിയത്. അവർ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. മറ്റേ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് അടിച്ചു എന്ന് പറയുന്നു, എയർക്രാഫ്റ്റ് കാരിയർ അടിച്ചിട്ടു എന്ന് മീൻസ് അത്തരം പ്രൊപ്പഗണ്ടയിലോട്ട് പോകുന്നു. ഓയിൽ റിഫൈനറി, സൗദി അറേബ്യയുടെ ഓയിൽ റിഫൈനറി അടിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള വളരെ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ആക്രമണ രീതിയിലോട്ട് അവർ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ചർച്ചയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അതൊരിക്കലും അമേരിക്ക അനുവദിക്കില്ല. അപ്പൊ റിജിം ചേഞ്ച് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം US-ന് മേൽ വരണം. അതിനാണ് അവരെ ആക്രമിക്കുന്നത്. പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണില്ല. ഇവരുടെ ഇപ്പോഴുള്ള സ്റ്റോക്ക്, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അവര് പരാജയം സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നേതൃത്വത്തെ അമേരിക്ക നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് ഒളിവ് പോകേണ്ട ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അതിനിപ്പോ അവർ ലെബനൻ ആക്രമിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ലെബനൻ ആക്രമിക്കുന്നു എന്നുള്ള ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട്. അതിനാണ് കാരണം ഇസ്രായേൽ ഏകദേശം 100,000-ത്തിലധികം സൈനികരെ തയ്യാറാക്കിക്കൊണ്ട് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് അത്ര നമ്മൾ ഈ അമേരിക്കയും ഇറാനും കരയുദ്ധം നടത്തുമോ, ഇസ്രായേലും കരയുദ്ധം നടത്തുന്നത് എത്ര എളുപ്പമല്ല. കാരണം അവരൊന്നും ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. ഇവർ ഈ കരസേനയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കണം, ഇല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ വഴി ഇവരെ ബോർഡർ ക്രോസ് ചെയ്ത് കയറണം. ഇറാന്റെ കരസേന എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭമായിട്ടുള്ള കരസേനയാണ്. എത്രയോ വർഷങ്ങളോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് പരിശീലനം കിട്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു കരസേനയാണ് അവർക്ക്. കരയുദ്ധം അത്ര എളുപ്പമാവില്ല. അമേരിക്കയ്ക്കും അതെ, ഇസ്രായേലിനും അതെ, കരയുദ്ധം അത്ര എളുപ്പമാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ മിസൈൽ അറ്റാക്ക്, അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എയർ സ്ട്രൈക്കും നടത്തി ലീഡർഷിപ്പിനെ തകർക്കുകയും അവരുടെ സൈനിക വെപ്പൺസിനെയൊക്കെ തകർക്കുകയും ചെയ്തു. അതോടെ ആർമിയെ സ്കാറ്റർ ചെയ്യാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നു. ചിലപ്പോ ഈ കരയുദ്ധത്തിലൂടെ അവർ ചിലപ്പോൾ ഈ ലെബനോൻ ആക്രമിച്ച് അതുവഴി ഇസ്രായേലിലേക്ക് കടക്കാനായിരിക്കും അവരുടെ കരസേനയുടെ ശ്രമം. അതാണ് ഇസ്രായേൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ലെബനൻ വഴി ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ, കരസേനയെ പ്രവേശിപ്പിച്ച് ഇസ്രായേലിൽ ആ രീതിയിൽ ആക്രമണം നടത്താൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ രീതിയിലുള്ള കരയാക്രമണം വരാം. പക്ഷെ കര വഴി ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇറാന്റെ കരസേനയായിട്ട് പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനുള്ള നിങ്ങൾ ആ ഉദ്ദേശം അതായിരിക്കാം. പക്ഷെ അതിനു മുമ്പ് അതൊക്കെ മുകളിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, ഈ മിസൈൽ അറ്റാക്ക്, എയർക്രാഫ്റ്റ് ഒക്കെ ഇതുപോലെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി അതൊന്നും ആ രീതിയിലോട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ അവർക്ക് പറ്റും. എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു ഫിയർ ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ലെബനൻ ആക്രമിക്കുന്നുള്ള ഒരു പ്രൊപ്പഗണ്ട ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വളരെ രൂക്ഷമായ ഒരു യുദ്ധമായിരിക്കും നമുക്ക് ഈ വരുന്ന 4 ആഴ്ചയും കാണാൻ സാധിക്കുക എന്ന് തോന്നുന്നു. പക്ഷെ അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ റഷ്യയും മറ്റേ ഉക്രൈൻ വാർ പോലെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമൊന്നുമല്ല. 1 മാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ ഏകദേശം തീരുമാനം. പുതിയൊരു ഗവൺമെന്റ് എങ്കിലും ഈ യുദ്ധത്തിന്റെ കാഠിന്യം അതോടെ കുറയും, അത് ഉറപ്പാണ്. ട്രംപ് പറഞ്ഞ പോലെ ഒരു 3-4 ആഴ്ച, 1 മാസത്തിനകത്ത് യുദ്ധത്തിന്റെ കാഠിന്യം ഒക്കെ കുറഞ്ഞ് ഇറാൻ ഒതുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും ഒരു ഭരണ നേതൃത്വത്തെ ലക്ഷ്യം വെക്കുന്ന ഒരു ആക്രമണത്തിന്റെ സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഇറാൻ തിരിച്ചടി ഇന്റൻസിഫൈ ചെയ്തതോടുകൂടി അത്തരത്തിലൊരു സാധ്യതയും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലേ, ഇന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇനി അടുത്ത ടാർഗറ്റ് ഹിസ്ബുള്ളയുടെ നേതൃത്വമാണ് എന്ന് പറഞ്ഞു. അടുത്ത ലക്ഷ്യം ഖമനേയി കഴിഞ്ഞാൽ അടുത്തത് അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ട്രംപ് 48ഓളം ഇറാൻ ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തെന്നാണ് ട്രംപ് പറയുന്നത്. നമുക്ക് പോലും പേര് പോലും അറിയാത്ത പല ലെവലിലുള്ള ലീഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖമനേയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് 86 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് ഒരുമാതിരിപ്പെട്ട ആത്മീയമായിട്ടും ആശയപരമായിട്ടുള്ള പിന്തുണയാണ് അദ്ദേഹം നൽകി പോന്നിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് 2nd ലൈൻ ആൻഡ് 3rd ലൈൻ ലീഡർഷിപ്പ് അവിടെ ആൾറെഡി നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഖമനേയിയുടെ മരണം ഒരു വലിയ തോതിൽ അവരുടെ അസാൾട്ടിനെ ബാധിച്ചിട്ടില്ല. കാരണം ആൾറെഡി ആ ലൈൻ 2nd ആൻഡ് 3rd ലൈൻ ലീഡർഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓക്കെ,
കാരണം അദ്ദേഹത്തിന് വളരെ പ്രായമായിരുന്നു, 86 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നു. അപ്പൊ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നേതൃത്വം ആൾറെഡി മറ്റ് തലങ്ങളിലേക്ക് മാറിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് വളരെ ഖമനേനി പോയാലും വളരെ പെട്ടെന്ന് അതേ രീതിയിൽ അറ്റാക്ക് തുടരാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും ഇറാന്റെ തിരിച്ചടി തീർച്ചയായിട്ടും ഇനിയും ഈ മിസൈൽ രൂപത്തിലായിരിക്കും, ഡ്രോൺ രൂപത്തിലുമായിരിക്കും. അപ്പൊ എന്തായാലും ഡ്രോണുകളുടെ സഹായം അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അത്തരത്തിലൊരു വലിയ സമാഹരണം അവർ നടത്തിയിട്ടുണ്ട്. ഈ ഉപരോധം ഉണ്ടെങ്കിലും പല ഡ്രോണുകൾ അവിടെ ഉണ്ടാക്കുന്നതാണ്. അവര് നോർത്ത് കൊറിയയുടെ സഹായത്തോടെ തന്നെ ഈ പറഞ്ഞ പോലെ മിസൈലും ഡ്രോണുകളും ഡെവലപ്പ് ചെയ്ത് അവരുടെ അവർക്കും ആദ്യമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട്, പിന്നീടാണ് അവരുമായിട്ട് പിണങ്ങിയത്. പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ ടെക്നോളജി അവർ എടുത്തിട്ടുണ്ട്. അത്രയും അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പോലും മിസൈൽ ടെക്നോളജി ആൻഡ് ഡ്രോൺ ടെക്നോളജിയിൽ ഇറാൻ വളരെ മുൻപന്തിയിലാണ്. അത് അവർ അതിലോട്ട് മാത്രമാണ്, ബാക്കി മേഖലകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മേഖലയിലോട്ട് അവർ ഫോക്കസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആ മേഖലയിൽ മുൻകൈ കിട്ടുന്നത്. യെസ്, എന്തായാലും 4 ആഴ്ച കൂടി, അതായത് ഏകദേശം 4-5 ആഴ്ച കൂടി ഈ ഏറ്റുമുട്ടൽ തുടരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് US ഇസ്രായേൽ ആക്രമണത്തെ ആ സമയം വരെ ഇറാൻ ചെറുത്ത് നിന്നേക്കും. അതോടുകൂടി അവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ വേഗവും ശക്തിയും പിന്നീട് അങ്ങോട്ട് കുറയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുമെന്നും വിലയിരുത്തപ്പെടുകയാണ്. അതായത് ആയുധശേഖരം ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ എന്ത് വെച്ച് ആക്രമിക്കും? അതുകൊണ്ട് തന്നെയാണ് അവർ ലബനാൻ വഴി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളൊരു സൂചനയോ അല്ലെങ്കിൽ ഭീഷണിയോ ഒക്കെ തന്നെ നൽകുന്നത്, സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി. പക്ഷേ അത് അത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്നും നമ്മുടെ ചർച്ചയിൽ ശ്രീ ബാബു പ്രദീപ് പറയുകയുണ്ടായി. എന്തായാലും ഒന്നുറപ്പാണ്, അവിടുത്തെ റെജീം ചേഞ്ചിന് ഉള്ള സാധ്യത കാണുന്നുണ്ട്. അത് കാണാതെ അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങില്ല. ഒപ്പം തന്നെ വിഘടനവാദി ഗ്രൂപ്പുകളെ എല്ലാം തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഹിസ്ബുള്ളയെ വിട്ടിട്ടില്ല, അവർ ഇനിയും തങ്ങളുടെ റഡാറിൽ തന്നെയുണ്ട്, ആക്രമിച്ച് നാമാവശേഷമാക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അവസാനത്തെ പോരാട്ടമൊന്നുമല്ല, ശക്തമായ പോരാട്ടം ഇനിയും തുടരും എന്നുള്ള സൂചന തന്നെയാണ് ട്രംപും നെതന്യാഹുവും നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.